First question, integral dx by x plus 1 into x plus 2. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണ്. കാരണം എന്താ, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 2, ന്യൂമറേറ്റർ കോൺസ്റ്റൻ്റ്, അപ്പോൾ ഡിഗ്രി 0. അപ്പോൾ ഇതിന് ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രീനേക്കാൾ കുറവാണ്, പ്രോപ്പറാണ്. ഇനി പ്രോപ്പർ റാഷണൽ ഫംഗ്ഷന് ഈ ഒരു ടൈപ്പൊക്കെ വരുന്നത്, പിന്നെ ഡിനോമിനേറ്റർ നോക്കിയാൽ ലീനിയർ ഫാക്ടറാണ്. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, പ്രോപ്പർ ആണെങ്കിൽ ഡിനോമിനേറ്റർ നോക്കുക, എന്നിട്ട് എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാൻ നോക്കുക. ലീനിയർ ഫാക്ടറാണ്. അപ്പോൾ ഇതിനെങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർ ആണോ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂമറേറ്റർ നോക്കണ്ട കേട്ടോ, ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ നോക്കിയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റും. ഇവിടെ ലീനിയർ ഫാക്ടറാണ്, പിന്നെ മൾട്ടിപ്ലൈ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ബൈ ഫസ്റ്റ് ലീനിയർ ഫാക്ടർ. അപ്പോൾ ഇനി മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലോ എന്തായിക്കോട്ടെ, പ്രോപ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കുക. പിന്നെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി ക്വസ്റ്റ്യൻ്റെ, പ്രോപ്പർ ആണെങ്കിൽ. പിന്നെ ഡിനോമിനേറ്റർ നോക്കിയിട്ട് ലീനിയർ ഫാക്ടറാണ്, അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റും. ഒരു കോൺസ്റ്റൻറ്റ് ബൈ ഫസ്റ്റ് ലീനിയർ ഫാക്ടർ പ്ലസ് ബി ബൈ അടുത്ത ലീനിയർ ഫാക്ടർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ വന്നു. ഇനി എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടെത്തിയിട്ട് ഇതിലിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതിനു പകരം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എൻ്റെയും ബീൻ്റെയും വാല്യൂ എങ്ങനെ കാണാം നോക്കാം. 1 ബൈ ഐഡിയ പറഞ്ഞു, ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഈക്വൽ ടു ഇതിനെങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എക്സ് പ്ലസ് 1 ക്യാൻസൽ ചെയ്താൽ എക്സ് പ്ലസ് 2, ബി ഇൻറ്റു എക്സ് പ്ലസ് 2 ക്യാൻസൽ ചെയ്താൽ എക്സ് പ്ലസ് 1. ഓക്കെ, ഇതിനെങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് സെക്കൻഡ് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഒന്നെങ്കിൽ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടെത്തുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു ഐഡിയ ഉണ്ട്, ഇങ്ങനത്തെ ബ്രാക്കറ്റുകൾ 0 ആക്കാൻ നോക്കുക. ഇതാ ഇങ്ങനത്തെ ബ്രാക്കറ്റുകൾ, ആ ലീനിയർ ഫാക്ടറിൻ്റെ ബ്രാക്കറ്റുകൾ 0 ആക്കുക. 0 ആക്കാൻ എക്സിന് എന്തിട്ട് കൊടുക്കണം നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ ബ്രാക്കറ്റ് 0 ആക്കാൻ എക്സിന് -2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ത്രൂ ഔട്ട് എക്സിന് -2 കൊടുക്കുക. 1 ഈക്വൽ ടു എക്സിന് -2 കൊടുക്കുമ്പോൾ ഇത് 0 ആയി. ബി എക്സിന് -2 കൊടുക്കുമ്പോൾ ഇത് -1, അപ്പം -1 ഇൻറ്റു ബി എന്ന് കിട്ടും. എക്സിന് ത്രൂ ഔട്ട് -2 ഇട്ട് കൊടുക്കുക, അപ്പോൾ ഇത് -b. അപ്പോൾ ബി ഈക്വൽ ടു -1. ഇനി അടുത്ത ബ്രാക്കറ്റ് 0 ആക്കുക, എക്സിന് -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ത്രൂ ഔട്ട് എക്സിന് -1 ഇട്ട് കൊടുക്കുക. -1 ഇട്ട് കൊടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് 1 ആവും. 1 ഇൻറ്റു എ -1 എടുക്കുമ്പോൾ ഇത് 0 ആവും. ഇപ്പോൾ ബീൻ്റെ വാല്യൂ -1ഉം എൻ്റെ വാല്യൂ 1 എന്നും കിട്ടി. സർ ഇങ്ങനെ തന്നെ ചെയ്യാനുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തിട്ടും എന്ത് ചെയ്യുക, എൻ്റെ ബീൻ്റെ വാല്യൂ കാണാം. ഇങ്ങനെ ചിലപ്പോൾ പിന്നെ ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എല്ലാ ബ്രാക്കറ്റ് 0 ആക്കിയാൽ നിങ്ങൾക്ക് എല്ലാ കോൺസ്റ്റൻ്റെ വാല്യൂ കിട്ടൂല. അങ്ങനെ കിട്ടൂലെങ്കിൽ എല്ലാ കോൺസ്റ്റൻ്റെ വാല്യൂ കിട്ടിയിട്ടില്ല, ബ്രാക്കറ്റ് 0 ആക്കാൻ പറ്റുന്നിടത്തോളം 0 ആക്കി കഴിഞ്ഞ് കിട്ടുന്നിടത്തോളം കോൺസ്റ്റൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും കോൺസ്റ്റൻ്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ഇത് ഈസി ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് 0 ആക്കാൻ പറഞ്ഞത്. ബ്രാക്കറ്റ് 0 ആക്കിയിട്ട് എല്ലാ കോൺസ്റ്റൻ്റെ വാല്യൂ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് ബാക്കി കോൺസ്റ്റൻ്റെ വാല്യൂ കൂടി കാണാം. റെഡി അല്ലേ? എ ഈക്വൽ ടു 1ഉം ബി ഈക്വൽ ടു -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പോൾ 1/x+1 ഇൻറ്റു x+2 എന്ന് പറഞ്ഞാൽ എ 1/x+1 എൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1/x+1 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ -1/x+2. ഇതും ഇതും ഈക്വൽ ആണ്. നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, 1/xൻ്റെ ഇൻ്റഗ്രൽ നിങ്ങൾക്കറിയാം. 1/xൻ്റെ ഇൻ്റഗ്രൽ നിങ്ങൾക്കറിയാം ലോഗ് മോഡ് x. അപ്പോൾ 1/x+1 ആവുമ്പോൾ ലോഗ് മോഡ് x+1. ക്ലിയർ അല്ലേ? ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് x+a എന്നാണെങ്കിൽ ആൻസറും അതിൻ്റെ സ്ഥാനത്ത് x+a എന്നിട്ട് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? 1/xൻ്റെ ലോഗ് മോഡ് x ആണെങ്കിൽ 1/x പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ലോഗ് മോഡ് x പ്ലസ് ആ കോൺസ്റ്റൻ്റ് എഴുതിയാൽ മതി. മൈനസ് ദ ലോഗ് മോഡ് x+2 പ്ലസ് വേണമെങ്കിൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ഇപ്പം ലോഗ് a/b എന്ന് എഴുതാം. ലോഗിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ് ലോഗ് a/b. അപ്പോൾ ഇതിൻ്റെ ആൻസർ ലോഗ് മോഡ് x+1/x+2 പ്ലസ് സി ആയിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രൽ. ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങോട്ട് റെഡിയാക്കുക. ഓക്കെ, പല ടൈപ്പുകളുണ്ട്. ഓരോ ടൈപ്പ് ഓരോന്നിങ്ങനെ ചെയ്ത് റെഡിയാവുക. ഈ ഒരു ഐഡിയയിൽ ഒരു ലീനിയർ ഫാക്ടർ വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അടുത്ത 2-3 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അത് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ അടുത്തത് അടുത്തത് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒന്ന് തറവാം. ഫസ്റ്റ് വൺ, x/x+1 ഇൻറ്റു x+2. ഇതിലുള്ള ഈ ഫംഗ്ഷൻ ഒരു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള dx അല്ലാത്ത ബാക്കിയുള്ള ആ ഫംഗ്ഷന് പറയുന്ന പേരാണ് ഇൻ്റഗ്രൻ്റ് കേട്ടോ. ഇവിടെ ഇൻ്റഗ്രൻ്റ് x/x+1 ഇൻറ്റു x+2 ആണ്. ഇത് പോളിനോമിയൽ ബൈ പോളിനോമിയലാണ്. ഇപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാൾ കുറവാണ്. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രി 2 ആണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 1 ആണ്. ഇത് x² എന്ന് വരും, അതിൻ്റെ ഡിഗ്രി 2. ഇവിടെ x ആണ്, അതിൻ്റെ ഡിഗ്രി 1. പവറാണ് കേട്ടോ ഡിഗ്രി, ഏറ്റവും വലിയ പവർ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിനേക്കാൾ കുറവാണെങ്കിൽ അത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ന്യൂമറേറ്റർ നോക്കണ്ട, ഡിനോമിനേറ്റർ നോക്കുക. ലീനിയർ ഫാക്ടറിൻ്റെ മൾട്ടിപ്പിളാണ് വരുന്നത്. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം a ബൈ ലീനിയർ ഫാക്ടർ
ഇനി എൻ്റെയും ബീൻ്റെയും വാല്യൂ കാണണം. ഇതിന് ഇക്വേഷൻ 1 എന്നെടുക്കുക. ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇത് ക്രോസ് ചെയ്യുമ്പോൾ എ ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 1 കട്ടാവും, എക്സ് പ്ലസ് 2 കട്ടാവും. ഇതിനങ്ങോട്ട് ക്രോസ് ചെയ്യും. ഇനി ആൻറ്റി ബീൻ്റെ വാല്യൂ കാണും. ഈ ബ്രാക്കറ്റുകൾ 0 ആക്കുക. ത്രൂ ഔട്ട് എക്സിന് -2 കൊടുത്താൽ ഈ ബ്രാക്കറ്റ് 0. ത്രൂ ഔട്ട് എക്സിന് -2 കൊടുക്കുക. -2 ഈക്വൽ ടു ഇത് 0 ആയി. അപ്പോൾ 0 ഇൻറ്റു എ 0. -2 കൊടുക്കുമ്പോൾ ഇത് -1 ആയി. അപ്പം -b എന്നായി. അപ്പം ബിക്ക് 2 എന്ന് കിട്ടി. ഇത് 0 ആക്കാൻ ത്രൂ ഔട്ട് എക്സിന് -1 കൊടുക്കും. -1 പ്ലസ് 2 1 എ. ഇത് 0 ആയി. എക്ക് -1 എന്ന് കിട്ടി. എ ഈക്വൽ ടു -1 ആൻഡ് ബി ഈക്വൽ ടു 2. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x by x plus 1 into x plus 2. A minus y by x plus 1 plus b 2 by x plus 2. അപ്പോൾ ഇത് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. -1 by x plus 1. 1 by xൻ്റെ log mod x ആണ്. 1 by x plus 1 log mod x plus 1 plus 2 into 1 by x plus 2 log mod x plus 2 plus c. ഇതാണ് ഇൻ്റഗ്രൽ x by x plus 1 into x plus 2 dxൻ്റെ ഇൻ്റഗ്രൽ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇൻ്റഗ്രൻ്റ് പ്രോപ്പറാണ്. പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഇക്വേഷൻ 1 എന്നെടുത്തു. എ ബൈ ഫസ്റ്റ് ലീനിയർ ഫാക്ടർ ആണെങ്കിൽ ഓരോ കോൺസ്റ്റൻറ്റ് ബൈ ഇട്ടാൽ മതി. ലീനിയർ ഫാക്ടറിന് പവർ ഉണ്ടെങ്കിലോ അതുവരെ എങ്ങനെ പോകാം, നേരത്തെ പറഞ്ഞു. ഇനി എൻ്റെയും ബീൻ്റെയും സീൻ്റെയും വാല്യൂ കാണാം. ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഒറ്റടിക്ക് പറഞ്ഞോണ്ട് നിങ്ങളുടെ ക്രോസ് ചെയ്യുമ്പോൾ ഇത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. x-1 കട്ടാവും. ബാക്കി പ്ലസ് ബി x-2 കട്ടാവും. സി x-3 കട്ടാവും. ഇനി ബ്രാക്കറ്റ് 0 ആക്കുക. x-2 0 ആക്കുകയാണെങ്കിൽ എക്സിന് 2 കൊടുക്കുക. ത്രൂ ഔട്ട് എക്സിന് 2 കൊടുക്കുക.
3 into 2, 6 minus 1, 5. The 0. 2 minus 2, 0. 0 into something. 2 കൊടുക്കുമ്പോൾ 2 minus 1, 1. 2 minus 3, minus 1. അപ്പോൾ മൈനസ് ബി. ടു കൊടുക്കുമ്പോൾ അത് 0. അപ്പോൾ ബിക്ക് -5. ഇനി എക്സിന് 3 കൊടുത്താൽ ഈ ബ്രാക്കറ്റ് 0 ആവും. ത്രൂ ഔട്ട് 3 കൊടുക്കുക. 3 into 3, 9 minus 1, 8. ഇത് 0 ആയി. ഇതും 0 ആയി. അപ്പോൾ ഇത് മൊത്തം 0 ആയി. 3 കൊടുക്കുമ്പോൾ 3 minus 1, 2. 3 minus 2, 1. അപ്പോൾ സി 2C, സോറി 2. അതേപോലെ സി 4 എന്ന് കിട്ടും. എക്സിന് ഇനി ബ്രാക്കറ്റ് ഏതാണ് ഓപ്പൺ ആക്കാൻ 0 ആക്കാൻ 1 കൊടുക്കും. ടു 1 minus 2, minus 1, 1 minus 3, minus 2, ചുരുക്കി പറഞ്ഞാൽ 2, -1 into -2, 2, 2a, 0, ഇതും 0, a1. അപ്പോൾ a equal to 1, b equal to -5, and c equal to 4. Substitute in equation 1. 3x minus 1 by x minus 1 into x minus 2 into x minus 3 എന്നുള്ളത് a 1 by x minus 1, b minus 5 by x minus 2 plus c 4 by x minus 3 എന്നായി മാറും. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, 3x minus 1 by x minus 1 into x minus 2 into x minus 3 ഇതിനങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 1 by x log mod x ആണ്. log mod x minus 1, 5 log mod x minus 2, 4 log mod x minus 3 plus c. ഇതാണ് ഇൻ്റഗ്രലിൽ വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അപ്പോൾ എക്സ് 1 കൊടുക്കുമ്പോൾ 2 by log mod x minus 1, എക്സിന് 2 കൊടുക്കുമ്പോൾ 0, 1 minus 1 minus 5 log mod x minus 2, എക്സിന് 3 കൊടുക്കുമ്പോൾ 0, 2, 8 by 2, 4 log mod x minus 3. ക്ലിയർ ആണ്. ഈ ക്വസ്റ്റ്യൻ റെഡി ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 3x minus 1. ഈ ക്വസ്റ്റ്യൻ അല്ല ഇപ്പോൾ ചെയ്ത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ മായ്ച്ചു എന്ന് തോന്നുന്നല്ലേ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഡി എക്സ്. എക്സ് ബൈ എക്സ് മൈനസ് 1, എക്സ് മൈനസ് 2, എക്സ് മൈനസ് 3 പ്രോപ്പറാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാം. ക്രോസ് ചെയ്യാം. ബ്രാക്കറ്റ് 0, എക്സിന് 2 കൊടുക്കാം. ത്രൂ ഔട്ട് എക്സിന് 2 കൊടുക്കുമ്പോൾ 2 ഈക്വൽ ടു ഇത് 0, ഇതും 0, ഇത് മാത്രം ഉണ്ടാവും. 2 മൈനസ് 1 1, 2 മൈനസ് 3 മൈനസ് 1, അപ്പം മൈനസ് ബി മൈനസ് 2 എന്നുണ്ടാവും. എക്സിന് ത്രൂ ഔട്ട് 3 കൊടുക്കാം. ഇത് 0, ഇതും 0, ഇതുണ്ടാവും. 3 മൈനസ് 1 2, 3 മൈനസ് 2 1, അപ്പം 2c എന്നുണ്ടാവും. സി 3/2 എന്നുണ്ടാവും. ഇനി എക്സിന് ത്രൂ ഔട്ട് 1 കൊടുക്കാം. അപ്പോൾ 1 ഈക്വൽ ടു 1 മൈനസ് 2 മൈനസ് 1, 1 മൈനസ് 3 മൈനസ് 2, മൈനസ് 1ഉം മൈനസ് 2ഉം 2, ഇതും 0. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ ഈ 3 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ 1/2, ബി മൈനസ് 2, സി 3/2. Substitute in equation 1. X by x minus 1 into എന്നുള്ളത് 1/2 x minus 1 minus 2/x minus 2 3/2 x minus 3 എന്നായി മാറും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്നുള്ളത് 1/2 എക്സ് മൈനസ് 1 1/2 x minus 1 minus 2/x minus 2 3/2 x minus 3 dx എന്നാവും. ഓക്കെ, അപ്പോൾ ഇത് 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് എക്സ് ആണ്. അപ്പോൾ 1/2 ലോഗ് മോഡ് എക്സ് മൈനസ് 1 മൈനസ് 2 ലോഗ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 3/2 ലോഗ് മോഡ് എക്സ് മൈനസ് 3. 1/x ലോഗ് മോഡ് എക്സ് ആണ്. അപ്പോൾ 1/x പ്ലസ് എ എന്ന് പറഞ്ഞു. ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഓക്കെ പോട്ടെ എക്സ് വരുന്നതിൻ്റെ ഇൻ്റഗ്രലിന് എക്സിന് പകരം എക്സ് പ്ലസ് എ വന്നാൽ, എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് വന്നാൽ, എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് പ്ലസും മൈനസും വരട്ടോ. അപ്പോൾ എക്സ് മൈനസ് 1, എക്സ് പ്ലസ് 2, എക്സ് മൈനസ് 3 ആൻഡ് എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് വന്നാൽ നിങ്ങൾക്ക്
എക്സ് വെച്ചിട്ട് ആൻസർ എഴുതുന്നത് പോലെ ആ എക്സിന് പകരം ആ എക്സ് പ്ലസ് എ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണെങ്കിൽ ഈ എക്സിന് പകരം എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്, എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്ലസും മൈനസും വരാം. അപ്പോൾ എക്സ് പ്ലസ് വണ്ണോ എക്സ് മൈനസ് ടു അങ്ങനെ എന്ത് വന്നാലും ഇവിടെ എക്സിന് പകരം ഇത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എക്സിന് പകരം എക്സ് പ്ലസ് എ വന്ന ആൻസറിലും എക്സിന് പകരം എക്സ് പ്ലസ് എ ഇട്ട് കൊടുത്താൽ മതി. 1/xൻ്റെ ലോഗ് മോഡ് എക്സ് ആണ്. അപ്പോൾ 1/x-1 ലോഗ് മോഡ് x-1. ഓക്കെ, മനസ്സിലായിരുന്നു? പ്ലസ് ഇതാണ് x/x-1 ഇൻറ്റു x-2 ഇൻറ്റു x-3ൻ്റെ ഇൻ്റഗ്രൽ. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Find integral s square plus 1 by s square minus 5x plus 6 dx. അപ്പോൾ നമുക്ക് പ്രോപ്പറാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷനിലേക്ക് മാറ്റുക. ഈ പ്രോപ്പർ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്ത് മെത്തേഡ് വെച്ചിട്ടാണെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പ്രോപ്പർ ആക്കണം. ഇംപ്രോപ്പർ എന്നുള്ളൊരു ഇത് നമ്മൾ ചെയ്യുന്നില്ല ഇൻ്റഗ്രേഷനിൽ. ഇംപ്രോപ്പറൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആക്കണം. പ്രോപ്പർ ആക്കിയാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇംപ്രോപ്പർ ആണെങ്കിൽ നമ്മൾ ആദ്യം പ്രോപ്പർ ആക്കൽ മസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രൻറ്റ്, ഹിയർ ദ ഇൻ്റഗ്രൻറ്റ് x square plus 1 by s square minus 5x plus 6 is not proper rational function. It's not proper rational function. അപ്പോൾ ഇത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ അല്ല. എന്താ കാരണം? ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയും സെയിം ആണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിന് കുറവാണെങ്കിൽ മാത്രമേ പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ ഇത് പ്രോപ്പർ അല്ല, ഇത് ഇംപ്രോപ്പറാണ്. നമ്മളിതിനെ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് പ്രോപ്പർ ആക്കണം. അത് എങ്ങനെ നോക്കാം? എ സ്ക്വയർ പ്ലസ് 1നെ എ സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെ, എസ് സ്ക്വയർ ഇതിൽ ഏറ്റവും എസ് സ്ക്വയറിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഫസ്റ്റ് ടൈം കിട്ടുക? 1. ഇപ്പോൾ 1 ഇൻറ്റു എസ് സ്ക്വയർ 1 ഇൻറ്റു മൈനസ് 5x മൈനസ് 5x പ്ലസ് 6. ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്യാം. എസ് സ്ക്വയർ 0 ആയി. ഇനി ഇത് ഇവിടെ എക്സ് ഉള്ള ടൈമില്ല, അത് മൈനസ് 5x ആയി. ഇനി 1 മൈനസ് 6 മൈനസ് 5 ആയി. അപ്പോൾ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നെ ആൻസർ എന്താ കിട്ടിയ? 1 പ്ലസ് 5x മൈനസ് 5 ബൈ എസ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 എന്ന് എഴുതാം. 1 പ്ലസ് ഇത് ബൈ ഇത് എന്ന് എഴുതാം. എന്താ കാരണം അറിയോ? അറിയാത്തത്. ഇപ്പം 9/4 ഞാൻ ഡിവൈഡ് ചെയ്യാണ്. 9/4 9ൽ 4 2 ടൈംസ് 2 ഇൻറ്റു 4 8 മൈനസ് ചെയ്താൽ 1. അപ്പോൾ ഇത് 9/4 കിട്ടണം. അപ്പോൾ ഇത് ബൈ ഇത് ഡിവൈഡ് ചെയ്താൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം എഴുതണമെങ്കിൽ കിട്ടിയ ആൻസർ 2 പ്ലസ് റിമൈൻ 1 ബൈ ഡിവൈഡ് ചെയ്തത് 4. ക്രോസ് ചെയ്ത് നോക്ക്, 9/4 എന്ന് കിട്ടും. 2 ഇൻറ്റു 4 8 പ്ലസ് 1 9/4 എന്ന് കിട്ടും. ആ രീതിയിൽ എഴുതണം. കിട്ടിയ ആൻസർ പ്ലസ് ഇത് ഡിവൈഡഡ് ബൈ ഇത്, ഇതിന് ഇക്വലൻ്റ് ആയിട്ട് എഴുതൽ. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ശ്രദ്ധിക്കുക, ഇത് അപ്പം എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് 1/5x+6 എന്നുള്ളത് 1 + 5 ആണെങ്കിൽ കോമൺ എടുക്കാം. എക്സ് മൈനസ് 1/x² - 5x+6 എന്നായി. ഇതിന് പകരം ഇതായി. ഇത് ഇംപ്രോപ്പറായിരുന്നു. ഇതിന് പകരം ഇതായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് ഇംപ്രോപ്പറാണ്, ഇത് പ്രോപ്പറായി. പാർഷ്യൽ ഫ്രാക്ഷൻ ഒന്നും ആക്കിയിട്ടില്ല. നമ്മൾ ഇൻ്റഗ്രൽ ഒരു ഇംപ്രോപ്പറിനെ ഇൻ്റഗ്രൽ നമ്മൾ പ്രോപ്പറാക്കിയിട്ട് മാറ്റി, ഒരു പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റി. നോക്ക്, ഈ ടേം പോട്ടെ, ഇതിന് ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ടേം 1 അതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് കാണാം. ഇതെന്താ? ഇത് പ്രോപ്പറായി. എന്താ? മുകളിലത്തെ ഡിഗ്രി 1 താഴത്തെ ഡിഗ്രി 2 പ്രോപ്പറായി. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇതിന് പകരം ഇതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇംപ്രോപ്പറിനെ പ്രോപ്പറാക്കി ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇനി ക്വസ്റ്റ്യന് അപ്പോൾ പ്രോപ്പറാക്കി, ഇംപ്രോപ്പർ നമ്മളൊരു ക്വസ്റ്റ്യനായിട്ട് എടുക്കുന്നില്ല. നമ്മൾ ഇംപ്രോപ്പറിനെ പ്രോപ്പറാക്കിയിട്ട് അതാണ് ക്വസ്റ്റ്യൻ ആക്കാൻ. ഇനി ഇതാണ് ക്വസ്റ്റ്യൻ. റെഡിയായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ കാണണം. ഓക്കെ, ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഒരു ഐഡിയ അപ്ലൈ ചെയ്യണ്ടേ? 1ൻ്റെ ഇൻ്റഗ്രൽ കാണാം, ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണണം. ഓക്കെ, ഇപ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 5 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് മൈനസ് 1/x² - 5x+6 dx. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഐഡിയ വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇത് പ്രോപ്പറാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ക്വാഡ്രാറ്റിക് ആണ് വരുന്നത്. അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യണം. നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫാക്ടറായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പഠിച്ചുള്ളൂ. അല്ലെങ്കിൽ ലീനിയർ ഫാക്ടറും പവറും വരുന്നതിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ ഇതെന്തായി? എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 1. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലൈ ചെയ്താൽ -5, മൾട്ടിപ്ലൈ ചെയ്താൽ 6, ആഡ് ചെയ്താൽ -5. -2 -3. ഓക്കെ, റെഡിയല്ലേ? ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഇതിൻ്റെ ആൻസറാണ് നമ്മൾ കാണേണ്ടത്. ഇത് ഇക്വേഷൻ 1 എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇത് എന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ കൂടി നമ്മൾ കാണും. റെഡിയല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണും. ഓക്കെ അല്ലേ? 1ൻ്റെ കണ്ടു, ഇനി ഇതിൻ്റെ കാണും. ഓക്കെ, റെഡിയല്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ അത് മാത്രം കണ്ട് പുറത്തെടുത്തിട്ട് ചെയ്യാം. ലെറ്റ് ഇത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. പ്രോപ്പറാണ്, ലീനിയർ ഫാക്ടറാണ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണാം. ലെറ്റ് അതിൻ്റെ മാത്രം എടുക്കുന്നു. എക്സ് മൈനസ് 1/(x-2) ഇൻറ്റു എക്സ് മൈനസ് 3. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ മാത്രം നമ്മൾ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്ന ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ഇൻ്റഗ്രൻ്റ് എടുത്തു, ഇതിലുള്ള ഇൻ്റഗ്രൻ്റ് എന്നിട്ട് ഇതിൻ്റെ ആൻസർ കണ്ട് ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടിട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻ 1 അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് a/(x-2) b/(x-3) ആണ്. ക്രോസ് ചെയ്താൽ എക്സ് 0 ആക്കുക. എക്സ് -3
0 ആക്കാം. ബ്രാക്കറ്റ് 0 ആക്കി ചുരുക്കുമ്പോൾ എക്സിന് 3 കൊടുക്കുക. അപ്പോൾ 2 0 ആയി. ഇത് ബി. എക്സിന് അടുത്ത എന്താണ് 2 കൊടുക്കുക. അപ്പോൾ 1 മൈനസ് എ, ഇത് 0 ആയി. അപ്പോൾ എക്ക് -1. ഇതിന് ഇക്വേഷൻ 2 എന്നെടുത്തു. a equal to -1 and b equal to 2. Substitute in equation 2. x minus 1 by x minus 2 into x minus 3. അതിനു പകരം -1 by x minus 2 plus 2 by x minus 3 എന്ന് എഴുതാം. ഇപ്പം നമുക്ക് ഇൻ്റഗ്രൽ x minus 1 by x minus 2 into x minus 3 ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് പകരം -1 by x minus 2 plus 2 by x minus 3 ഇൻ്റഗ്രൽ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇനിയാണ് ഇത് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തിരുന്നത്? ഇത് കാണുന്നതിന് പകരം ഇതിന് ഇൻ്റഗ്രൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിനു പകരം നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രലാണ് കാണുന്നത്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 1 എക്സ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണണം. ഓക്കെ. ഇനി ഇത് എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതി തന്നതാണ് കേട്ടോ, ഒന്നുകൂടി പറയാമെന്നുള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതി തന്ന സാധനമാണ്. എക്സ് പ്ലസ് 5 ഇൻറ്റു ഫാക്ടറൈസ് ചെയ്താൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണണം. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാലും മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ 1 എന്നിട്ടത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി റീകോൾ ചെയ്തത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ കിട്ടിയത് നമുക്ക് ലാസ്റ്റ് കിട്ടി ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റി കിട്ടിയ സാധനം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1. അത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കം എന്താ വരിക? അപ്പോൾ നമുക്ക് കാണേണ്ട എ സ്ക്വയർ പ്ലസ് 1 ബൈ എ സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇതാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇത് കണ്ടാൽ മതി. അപ്പം അതിന് പകരം എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3ക്ക് പകരം ഇൻ്റഗ്രൽ -1 ബൈ എക്സ് മൈനസ് 2 പ്ലസ് 2 ബൈ എക്സ് മൈനസ് 3 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ സാധനം ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുക. നേരത്തെ ഇതൊക്കെ നേരത്തെ കണ്ടെത്തിയതാട്ടോ. ഞാൻ ഒന്നുകൂടി റീകോൾ ചെയ്തായിരുന്നു, ഒന്നുകൂടി പറഞ്ഞു തന്നായിരുന്നു. ഇതൊക്കെ നേരത്തെ കണ്ടെത്തിയതാണ് ഇതുവരെ. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പ്രോപ്പറാക്കി അതിന് ഇൻ്റഗ്രൽ ചെയ്യാൻ പോകണം. അതിന് പാർഷ്യൽ ഫ്രാക്ഷൻ, അതിൽ ഒരു സംഭവം പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് മാറ്റാൻ പറ്റും. അതിനെ മാറ്റി അപ്പോൾ ഇതിന് പകരം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റി ആ ഫോം എഴുതി ഇനി അതിനങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇതും ഈക്വലാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പോൾ എക്സ് പ്ലസ് 5 മൈനസ് ലോഗ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 2 ലോഗ് മോഡ് എക്സ് മൈനസ് 3 പ്ലസ് അപ്പോൾ എക്സ് മൈനസ് 5 ലോഗ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് 10 ലോഗ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് 3 പ്ലസ് സി എന്ന ആൻസർ കിട്ടും. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംപ്രോപ്പർ വരികയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യൂല. ഇംപ്രോപ്പറിനെ പ്രോപ്പർ ആക്കിയതിന് ശേഷമാണ് ഇൻ്റഗ്രലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക.
അങ്ങനെ പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷന് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ചെയ്യാം. ക്ലിയർ അല്ലേ? ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Integral 3x minus 2 by x plus 1 whole square into x plus 3 dx. അടുത്ത ക്വസ്റ്റ്യൻ. അതും ഇൻ്റഗ്രൻ്റ് എടുക്കാം. ഇൻ്റഗ്രൻ്റ് എടുത്തിട്ട് പ്രോപ്പറാണ് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റുക. ലീനിയറിന് പവർ ഉണ്ട്, അപ്പോൾ അതുവരെ എ ബൈ എക്സ് പ്ലസ് 1 ബി ബൈ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, ആ പവർ വരെ ഇത് പ്ലസ് സി ബൈ എക്സ് പ്ലസ് 3. ക്ലിയർ അല്ലേ? ഇനി ഇത് ക്രോസ് ചെയ്യാം. ഇതിന് ഇക്വേഷൻ 1 എന്നെടുക്കാം. 3x minus 2 by cross ചെയ്യുന്നു. 3x minus 2 equal to a into ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഒരു എക്സ് പ്ലസ് 1 ക്യാൻസൽ ചെയ്താൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 പ്ലസ് രണ്ടാമത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇനി ബ്രാക്കറ്റുകൾ 0 ആക്കുക. എക്സിന് -1 കൊടുത്താൽ ഇത് 0 ആവും. ത്രൂ ഔട്ട് എക്സിന് -1 കൊടുക്കുക. ഇത് 0, ഇത് 0, ഇതെന്താ വരിക? 2b. എക്സിന് -3 കൊടുത്താൽ ഇത് 0 ആവും. ഈ ബ്രാക്കറ്റ് 0 ആവും. എക്സിന് ത്രൂ ഔട്ട് -3 കൊടുക്കുക. ഇത് 0, ഇത് 0, -2 സ്ക്വയർ 4c. ഇത് ബ്രാക്കറ്റ് 0 ആക്കാനില്ല, കഴിഞ്ഞു. പക്ഷേ എയും ബിയും സിയും കിട്ടിയിട്ടുള്ളൂ. ഇനി എയുടെയും കിട്ടണം. ബ്രാക്കറ്റ് 0 ആക്കുന്ന കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ടൈം എന്താ എസ് സ്ക്വയർ, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എ. ഇവിടെ എസ് സ്ക്വയറിന് ഇല്ല, ഇവിടെ പവർ എടുത്താൽ എസ് സ്ക്വയർ വരും, അതിൻ്റെ കോഎഫിഷ്യൻ്റ് സി. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുക. എന്ത് ഇക്വേറ്റ് ചെയ്യുക? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഇവിടെ എവിടെയെങ്കിലുള്ള ടേമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഇതൊക്കെ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഏതായിട്ട് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ടേം എയുടെയും കിട്ടുന്ന വരെ ഇക്വേറ്റ് ചെയ്യാം. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയർ ഇല്ല, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആക്കി എടുക്കാം. ഈ ടൈമിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം എക്സ് സ്ക്വയർ ആക്കി കിട്ടുക, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എ പ്ലസ് ഇവിടെ ഇല്ല കോഎഫിഷ്യൻ്റ്, അപ്പോൾ ഇവിടെ എടുക്കണ്ട, 0 ആണ്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് സി ആണ്, പ്ലസ് സി. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു എ പ്ലസ് സി എന്ന് കിട്ടും. എ സി -11/4 ആണ്.
ഇതിന് എ ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു മൈനസ് 11/4 11/4 എന്ന് കിട്ടും. അപ്പോൾ എ 11/4, ബി -5/2, സി -11/4 എന്ന് കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു 11/4, ബി ഈക്വൽ ടു -5/2 ആൻഡ് സി ഈക്വൽ ടു -11/4. Substitute in equation 1. About 3x minus 2 by x plus 3 എന്നുള്ളത് 11/4 into x plus 1 plus b minus 5/2 into x plus 1 whole square plus c minus 11/4 into x plus 3. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ റൈറ്റ് സൈഡിലുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. (11/4) 1/xൻ്റെ ലോഗ് മോഡ് എക്സ് ആണ്. അപ്പോൾ 1/x + 1 ലോഗ് മോഡ് x + 1 മൈനസ് 5/2. 1/x² ഇൻ്റഗ്രൽ എന്താ? -1/x ആണ്. 1/x² ഇൻ്റഗ്രൽ -1/x. അപ്പോൾ -1/x + 1 ഹോൾ സ്ക്വയർ ഉണ്ടോ? -1/x + 1. അപ്പോൾ മൈനസ് പ്ലസ് 1/x + 1 minus 11/4 log mod x plus 3 plus ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ. 11/4 log mod x plus 1 plus 5/2 log mod plus 5/2 plus 5/2 x plus 1 minus 11/4 log mod x plus 3. വേണമെങ്കിൽ ഇത് രണ്ടും 11/4 ആകുമ്പോൾ 11/4 കോമൺ എടുത്താൽ ലോഗ് ഇത് മൈനസ് ലോഗ് ഇതാണ്. ലോഗ് a - b ലോഗ് a/b എന്ന് എഴുതാം. പ്ലസ് 5/2 x plus 1 പ്ലസ് സി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ x² by s² plus 1 s² plus 4 dx. ഇൻ്റഗ്രൻ്റ് എടുത്തു, പ്രോപ്പറാണ്. ഡിനോമിനേറ്റർ നോക്കുക. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. s² പ്ലസ് ഒരു പോസിറ്റീവ് വാല്യൂ വരികയാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മുകളിൽ ഒരു കോൺസ്റ്റൻറ്റ് എക്സ് പ്ലസ് വേറൊരു കോൺസ്റ്റൻറ്റ് എക്സ് പ്ലസ് ബി മോഡൽ ബൈ s² plus 1 പ്ലസ് അടുത്തതിൻ്റെ മുകളിൽ ഒരു കോൺസ്റ്റൻറ്റ് സി എക്സ് പ്ലസ് ഡി, ഒരു എക്സ് പ്ലസ് ബി മോഡൽ ചെയ്തു ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക്കിൻ്റെ മുകളിൽ. ലീനിയറാണ് അതിൻ്റെ മുകളിൽ കോൺസ്റ്റൻറ്റ് ചെയ്തു. റെഡിയല്ലേ? ബൈ അടുത്ത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² plus 4 ക്രോസ് ചെയ്യാം. ഇക്വേഷൻ 1 എടുത്തു.
ഇനി കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ടേം എ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എ എക്സ് ക്യൂബ് എന്ന് കിട്ടും. സി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ സി എക്സ് ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ അല്ല 0, ഇവിടെ എ എക്സ് ക്യൂബ് എ, പിന്നെ ഇവിടെ എക്സ് ക്യൂബ് ഉണ്ടാവില്ല, ഇവിടെ സി എസ് ക്യൂബ്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് സി. അപ്പോൾ എ പ്ലസ് സി 0 എന്ന് കിട്ടി. അവിടെ കിടക്കട്ടെ. 4 കോൺസ്റ്റൻ്റ് എ ബി സി ഡി 4 കിട്ടണം. ഇനി എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് കാണാം. ഇവിടെ 1. ഇനി ഇവിടെ നോക്കാം. എ എക്സ് ക്യൂബ് കഴിഞ്ഞ് 4ax എക്സ് സ്ക്വയർ ഇല്ല, ബി എക്സ് സ്ക്വയർ ബി വരും, സി എക്സ് ഇല്ല, ഡി എക്സ് സ്ക്വയർ ഡി വരും, ബി പ്ലസ് ഡി 1 കിട്ടി. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ അത് 0 ഈക്വൽ ടു നോക്കാം 4ax, ഇവിടെ എക്സ് വരുന്നത് 4ax 4a, ഇവിടെ എക്സ് വരുന്ന സി എക്സ് സി. ഇനി കോൺസ്റ്റന്റ് ഇവിടെ ഇല്ല 0, ഇവിടെ ലാസ്റ്റ് 4b, ഇവിടെ ഡി. ഇത്രയും കിട്ടും. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് എയും ബിയും സിയും ഡിയും കാണാം. ഓക്കെ, എ പ്ലസ് സി 0 ആണ്, 4a പ്ലസ് സിയും 0 ആണ്, എ പ്ലസ് സി 0, 4a പ്ലസ് സിയും 0. ഇത് രണ്ടും മൈനസ് ചെയ്താൽ 3a 0 ആയിരിക്കും, a 0 ആവും. a 0 എന്നുള്ള ഇതിൽ ഏതിലെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ സിയും 0 എന്ന് കിട്ടും. അപ്പോൾ എയും സിയും 0 എന്ന് കിട്ടി. അടുത്ത ബി 4b പ്ലസ് ഡി 0 ആണ്, ബി പ്ലസ് ഡി 1 ആണ്. ഇത് മൈനസ് ചെയ്താൽ 3b മൈനസ് 1 കിട്ടും, ബി മൈനസ് 1/3 കിട്ടും. ഇത് ഇതിലിട്ട് കൊടുത്താൽ ബി മൈനസ് 1/3 പ്ലസ് ഡി 1 ആവും. ഡി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/3 ആവും, 4/3 കിട്ടും. എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു മൈനസ് 1/3, സി ഈക്വൽ ടു 0, ഡി ഈക്വൽ ടു 4/3. Substituting equation 1. അപ്പോൾ equation 1 എന്നുള്ളത് a square by a square plus 1 into a square plus 4 എന്നുള്ളത് a 0 ആകുമ്പോൾ 0x0 പ്ലസ് ബി മൈനസ് 1/3 a square plus 1 പ്ലസ് സി 0 ആകുമ്പോൾ ഡി മാത്രം ഉണ്ടാവും, ഡി 4/3 a square plus 4. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. ഇത് -1/3
1/s² plus 1 integral എന്താ tan inverse x plus 4/3. ഇത് 1/x² plus a² മോഡലാണ്. 4ന് നമുക്ക് 2² എന്ന് എഴുതാം. അപ്പോൾ 1/x² plus a² എന്താ അതിൻ്റെ ഇൻ്റഗ്രൽ 1/a. കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട് tan ഇൻവേഴ്സ് x/a. ഓക്കെ, അപ്പോൾ -1/3 tan ഇൻവേഴ്സ് x പ്ലസ് കട്ട് ചെയ്ത 2/3 tan ഇൻവേഴ്സ് x/2 പ്ലസ് c. ഇത് പറഞ്ഞപ്പോഴാണ്, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ആ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുള്ളത്. അല്ല, അതങ്ങനെ ചെയ്താൽ മതി. ഈ സെക്ഷനിൽ തന്നത് കൊണ്ട് നേരത്തെ അല്ല, അതിൻ്റെ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നല്ലോ, ഒരു ഇംപ്രോപ്പറിനെ പ്രോപ്പറാക്കി. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ജസ്റ്റ് അതിലൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. വേണ്ട, പക്ഷേ ചിലരിങ്ങനെ ആലോചിക്കും ചിലപ്പോൾ ചെയ്യുമ്പോൾ. അതുകൊണ്ട് പറയാണ്, ഞാനപ്പോൾ പറയണമെന്ന് വിചാരിച്ചത്, മനസ്സൊന്ന് വിട്ടുപോയത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രോപ്പറാക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 1 + 5 × x - 1, ഐ തിങ്ക് 5 × x - 1 /a² - 5x + 6 dx അല്ലേ? എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടു. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടു. ഫാക്ടറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു പറ? ഫാക്ടറൈസ് ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യും. അപ്പോൾ വേറൊരു ഐഡിയ ചോദിക്കും, സർ ഇതിന് 1ൻ്റെ ഇൻ്റഗ്രൽ കാണും. പക്ഷേ ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാതെ, ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ട് x - 1/6 ആണ് ഉണ്ടാവും. ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷനിൽ മാറ്റുകയാണ്. സർ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാതെ നമുക്ക് ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക്കും ന്യൂമറേറ്ററിൽ ലീനിയറും എന്നുള്ള നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറയാം, സം പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് പഠിച്ചിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ. ഒരു 6 ഇക്വേഷൻ ഒരു ഇതിൻ്റെ മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഒരു 6 ഇക്വേഷൻസ് 1/x² plus a² ഇൻ്റഗ്രൽ ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ അടിയിൽ ക്വാഡ്രാറ്റിക്കും മുകളിൽ ലീനിയറും വന്നാൽ ചെയ്യുന്ന രീതി. സർ അങ്ങനെ ഇതിന് ചെയ്തുകൂടെ? ചെയ്യാം, ഒരു തെറ്റില്ല. നിങ്ങൾ പഠിച്ചു വെച്ച ഐഡിയ വെച്ചിട്ടും ചെയ്യാം. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ഏത് കോൺസെപ്റ്റ് വെച്ചിട്ടും ചെയ്യാം. ക്ലിയർ അല്ലേ? പഠിച്ചു വെച്ച ഐഡിയ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ലീനിയർ ഫാക്ടർ ആക്കിയിട്ട് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ കേസ് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് വെച്ച് പറഞ്ഞതെന്നുള്ളൂ. എക്സാമിൽ ചോദിക്കുമ്പോൾ ഇതിപ്പോൾ ഏത് സെക്ഷൻ എന്നാണെന്നൊന്നും ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ്റഗ്രൽ 3 sin 5 -2 cos 5 5 minus cos square 5 d5. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പോളിനോമിയൽ ബൈ പോളിനോമിയൽ ഒന്നല്ലത്, നമ്മൾ അങ്ങനെ മാറ്റണതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ sin 5ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് cos 5 d5 കൂടണ്ട്. റെഡി അല്ലേ? അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ sin 5ൻ്റെ ടൈമിലേക്ക് മാറ്റുക. cos square 5 എന്ന് പറഞ്ഞാൽ 1 minus sin square 5. അപ്പോൾ ഇനി (5 minus 1 4) plus sin square 5
സൈൻ ഫൈക്ക് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ ഉണ്ട് കോസ് ഫൈ ഡി ഫൈ. അപ്പോൾ അതിന് ഡി ടി എന്ന് കൊടുത്തു. എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായി മാറി? 3 sin phi minus 2 by sin square phi minus 4 sin phi plus 4 cos phi d phi എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 3t മൈനസ് 2 ബൈ സൈൻ ടി ആണ് കൊടുത്തിട്ട് ടി സ്ക്വയർ മൈനസ് 4t പ്ലസ് 4 കോസ് ഫൈ ഡി ഫൈ ഡി ടി. അപ്പം നമുക്ക് തന്ന ക്വസ്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടീൻ്റെ ടേമിലേക്ക് എഴുതി. ടീൻ്റെ ടേമിൽ ഇത് പോളിനോമിയൽ ബൈ പോളിനോമിയലാണ്. കാരണം നമ്മുടെ എക്സിൻ്റെ ടേമിലാണ് പോളിനോമിയൽ ബൈ പോളിനോമിയൽ പറയാം. അതേ കൺസിഡറേഷൻ ഇവിടെയും പറയാം. ടീൻ്റെ ടേമിൽ ഇതൊരു പോളിനോമിയൽ ബൈ പോളിനോമിയലാണ്. ഇൻ ടേംസ് ഓഫ് ടി പോളിനോമിയൽ ബൈ പോളിനോമിയലാണ്. ഓക്കെ അല്ലേ? ഇപ്പം ടിക്ക് പകരം എക്സ് ആലോചിച്ച് നോക്ക്, പോളിനോമിയൽ ബൈ പോളിനോമിയലേ. ഇത് പ്രോപ്പറുമാണ്, മുകളിലത്തെ ഡിഗ്രി കുറവാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ രണ്ട് രീതി ചെയ്യാം. അടിയിൽ ക്വാഡ്രാറ്റിക്, മുകളിൽ ലീനിയർ. കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച ഐഡിയ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റാം. ഫാക്ടറൈസ് ചെയ്താൽ എന്താ വരിക? ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ, ടി സ്ക്വയർ മൈനസ് 4t പ്ലസ് 4 ടി മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 2. അതാണ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൻ്റ് 3t മൈനസ് 2 ബൈ ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഓക്കെ അല്ലേ? എ ബൈ ടി മൈനസ് 2, ബി ബൈ ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ക്രോസ് ചെയ്യാം. ബ്രാക്കറ്റ് 0 ആക്കുക. ടിക്ക് 2 കൊടുക്കുക. ടിക്ക് 2 കൊടുത്താൽ 6 മൈനസ് 2 4. ബി എന്നുള്ളത് 0 കിട്ടും. ഇനി ബ്രാക്കറ്റ് 0 ആക്കാനില്ല. കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ടീൻ്റെ കോയിഫിഷ്യൻ്റ് 3 ആണ്. ഇവിടെ ടീൻ്റെ കോയിഫിഷ്യൻ്റ് എ ആണ്. A3 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഇതിന് ഇക്വേഷൻ 1 എന്ന് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ 1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A3 B4 substitute in equation 1. 3t minus 2 by ഇനി 3t minus 2 by ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 3 1/tൻ്റെ ലോഗ് ടി ആണ്. അപ്പോൾ ലോഗ് മോഡ് ടി മൈനസ് 2 പ്ലസ് 4 1/x² മൈനസ് 1/x, അത് മറക്കരുത്. അപ്പോൾ മൈനസ് 1/t മൈനസ് 2 പ്ലസ് സി. ഇപ്പോൾ ടീൻ്റെ ടൈമിലാണ് ആൻസർ കിട്ടിയത്. നമുക്ക് ഫൈൻ്റെ ടൈമിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടിക്ക് എന്തായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? സൈൻ ഫൈ. ഓക്കെ അല്ലേ? ഇവിടെ വായിച്ചിട്ടുണ്ട് ഞാൻ. ടി സൈൻ ഫൈ ആയിരുന്നു. അപ്പോൾ ഡി ടി കോസ് ഫൈ ഡി ഫൈ എന്നാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ടിക്ക് സൈൻ ഫൈ എന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ 3 log mod
sin 5 minus 2 minus 4 by sin 5 minus 2 plus c. ഇതാണ് 3 sin 5 minus 2 cos 5 d5 5 minus cos square 5 minus 4 sin 5ൻ്റെ ഇൻ്റഗ്രൽ വരിക. ആൻസർ 3 log mod sin 5 minus 2 plus 4 by sin 5 minus 2 plus c. ക്ലിയർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ്റഗ്രൽ എ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. Integral x square plus x plus 1 by x plus 2 into x square plus 1 dx. Proper ആണ്. Integrand എടുക്കുക. ഇതിനെ എസ് സ്ക്വയർ പ്ലസ് 1 പിന്നെ അങ്ങോട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റൂല. ഇതിനെ എ ബൈ എക്സ് പ്ലസ് 2 പ്ലസ് ഇത് എസ് സ്ക്വയർ പ്ലസ് 1 കനോട്ട് ബി ഫർദർ ഫാക്ടറൈസ്ഡ്. അപ്പോൾ ബി എക്സ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ക്രോസ് ഇക്വേഷൻ ക്രോസ് ചെയ്യുക. എക്സ് പ്ലസ് 2 ക്യാൻസൽ ആവും. എക്സ് സ്ക്വയർ പ്ലസ് 1 ക്യാൻസൽ ആവും. കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ബ്രാക്കറ്റ് എക്സ് പ്ലസ് 2 0 ആക്കാം. അല്ലെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. എന്തും ചെയ്യും, രണ്ടും ചെയ്യും. ബ്രാക്കറ്റ് 0 ആക്കുക, കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യും. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1, ഇതിൽ എ ബി എക്സ് സ്ക്വയർ പ്ലസ് ബി. ഓക്കെ, എ പ്ലസ് ബി 1. ഇനി ഈ ബ്രാക്കറ്റ് 0 ആക്കുകയാണെങ്കിൽ എക്സിന് -2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബ്രാക്കറ്റ് -2 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് -2 കൊടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റ് 0 ആവും. ഇവിടെ എക്സിന് -2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരിക? 4 -2 2 + 1 3. എക്സിന് -2 ഇട്ട് കൊടുക്കുമ്പോൾ 4 + 1 5 എ, ഇത് 0 ആവും. അപ്പോൾ എ 3/5 എന്ന് കിട്ടി. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി 1 എന്ന് കിട്ടി. ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 1 - എ, 1 - 3/5, ബി 2/5 എന്ന് കിട്ടി. എ 3/5, ബി 2/5. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കോൺസ്റ്റൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ കോൺസ്റ്റൻ്റ് 1, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് എ, ഇവിടെ ലാസ്റ്റത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് 2c. 2c എന്ന് പറഞ്ഞാൽ 1 - എ എന്ന് പറഞ്ഞാൽ 3/5, 2/5, സി 1/5. അപ്പോൾ എക്ക് 3/5, ബിക്ക് 2/5, സിക്ക് 1/5 എന്ന് കിട്ടും.
Substituting equation 1. എന്നുള്ളത് പ്ലസ് ബി 2/5 into x plus c 1/5 by s square plus 1. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് 1/5 കോമൺ എടുത്താൽ ഇത് ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് എന്നുള്ള കൺസെപ്റ്റാണ്. നിങ്ങൾ അത് വെച്ച് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണോ നോക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. ഡെറിവേറ്റീവ് അല്ല +1 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താ, പിന്നെ അല്ലെങ്കിൽ എന്താണ്, മുകളിലുള്ള ലീനിയറിനെ ഈ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക് പ്ലസ് ബി വേറൊരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഡെറിവേറ്റീവ് ഇവിടെ 2x ഉണ്ട്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. 2x by s square plus 1 by 1 plus s square plus 1. ഓക്കെ, അപ്പോൾ 3/5 ഓരോന്നിൻ്റെ ഇരകൾ വേറെ വേറെ ചെയ്യാം. അപ്പോൾ ഇത്രയും റെഡിയായി. ഇനി അതിൽ ഇതിൻ്റെ ഇൻ്റഗ്രലും ഇതിൻ്റെ ഇൻ്റഗ്രലൊക്കെ ഡയറക്റ്റ് ചെയ്യാം. ഇത് s square plus 1ൻ്റെ ഡെറിവേറ്റീവാണ് 2x. അതിൽ അത് മാത്രം ഒന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഇവിടെ എഴുതാം. ലെറ്റ് s square plus 1ന് t എന്ന് കൊടുക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ് 2x dxന് dt എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് dt ബൈ ടി എന്നായി, ലോഗ് മോഡ് ടി എന്നായി, പ്ലസ് ലോഗ് മോഡ് ടി എന്ന് പറഞ്ഞാൽ s square plus 1 പ്ലസ്. അപ്പോൾ ഇൻ്റഗ്രൽ 2x ബൈ s square plus 1ൻ്റെ ലോഗ് മോഡ് s square plus 1 ആണെന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യുക 3/5 1/x log mod x 1/5 ലോഗ് അത് കണ്ടെത്തി നമ്മൾ ലോഗ് മോഡ് s square plus 1. ഇവിടെ പ്ലസ് സി തന്നെ ഇത് ഒന്നിൻ്റെ ഇൻ്റഗ്രൽ മാത്രം കാണുമ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എന്നുള്ള സൈൻ ഇട്ട് ആൻസർ കാണുമ്പോൾ ഒരു പ്ലസ് സി വേണം. ഇവിടെ എങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഇൻ്റഗ്രൽ കണ്ടിട്ട് ലാസ്റ്റ് ഒരു സി കൊടുത്താൽ മതി. ഇത് അതുമായിട്ടൊരു ബന്ധമില്ല. വൺ ബൈ s square plus 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ, tan inverse x പഠിച്ചിട്ടുണ്ട്, പ്ലസ് സി. അപ്പോൾ ഫൈനലി 3/5 log mod x plus 2 1/5 log mod s square plus 1 plus 1/5 tan inverse x plus c ആണ് നമുക്ക് ചോദിച്ച ചോദ്യം. s square plus x plus 1 by x plus 2 into s square plus 1 dxൻ്റെ ആൻസർ കിട്ടുക. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.